കേരളത്തിൽ മഴ അതിതീവ്രമാകുന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിൽ അപകടകരമായ വിധത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതെ 3 വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടിരുന്നു. രാവിലെ 11:15 മുംബൈയിൽ നിന്നെത്തിയ ആകാശ് എയർ വിമാനം, 11:45 അഗത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർ വിമാനം, 12:50 മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് വഴിതിരിച്ചുവിട്ടിരുന്നത്. പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു. അടുത്ത 3 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE ആതിഥ്യമരുളും. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ. ധാക്കയിൽ നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഉൾപ്പെടെ 8 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 2026 2020 ലോകകപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി 2020 ഫോർമാറ്റിലാകും ഏഷ്യ കപ്പ് ടൂർണമെന്റ് നടത്തുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹസിൻ നഖ്വി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ആകെ 19 മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് മത്സരങ്ങളും സെമി ഫൈനലും ഫൈനലും ഉൾപ്പെടെ ഈ ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. അജ്മാനിൽ വായു ഗുണനിലവാര സൂചികയിൽ ഉയർച്ച കൈവരിച്ചതായി റിപ്പോർട്ടുകൾ. 2025 ആദ്യ പാദത്തിൽ 96.19% അജ്മാൻ മുനിസിപ്പാലിറ്റി ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിതിവിവര കണക്കിലാണ് ഇത് വ്യക്തമാക്കുന്നത്. പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കാനുള്ള അജ്മാൻ വിഷൻ 2030 ഭാഗമായാണ് വായു ഗുണനിലവാര സൂചികയിലും എമിറേറ്റ് ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൂചികയിൽ ഗണ്യമായ വർധനയുണ്ടായി. 2023 ആദ്യ പകുതിയിൽ 93.48%, 2024 ഇതേ കാലയളവിൽ 94.40% വ്യവസായ മേഖലകളിൽ നിയന്ത്രണം പാലിക്കുന്നതിനും മലിനീകരണം ഒഴിവാക്കുന്നതിനുമുള്ള പദ്ധതികൾ നടപ്പിലാക്കി. വ്യവസായ മേഖലയിൽ പരിശോധനയും നടത്തുന്നുണ്ട്. വായു ഗുണനിലവാരം അളക്കുന്നതിനായി 7 സ്റ്റേഷനുകളാണ് എമിറേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വേനൽ ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ബോധവൽക്കരണവുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള തൊഴിൽ സുരക്ഷ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വർക്കേഴ്സ് സപ്പോർട്ട്സ് ആൻഡ് ഇൻഷുറൻസ് ഫണ്ടും ഗർഫാൻ അൽമിസ്നസ് എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേനൽ ചൂടിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാക്കാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നുവെന്ന് ഉറപ്പാക്കും. ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബോധവൽക്കരണം നൽകുകയും ചെയ്തു. NTV UAE to the world.